ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവരും അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. വയറിൽ എന്തൊക്കെയോ ഗുളുഗുളു ഒച്ച കേൾക്കുന്നുണ്ട്, അതേപോലെ ഏമ്പക്കായിട്ട് പോകുന്നുണ്ട്, കീഴ്വായുമായിട്ട് പോകുന്നുണ്ട്, വയറ് സ്തംഭിക്കുന്നുണ്ട്, വയറിന് ഭയങ്കര വീർക്കൽ പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ട് എല്ലാവരിലും ഇപ്പോൾ കാണുന്നുണ്ട്. ചെറിയ കുട്ടികൾ വരെ, ജനിച്ച പിഞ്ചു കുഞ്ഞുങ്ങളിൽ വരെ അവരുടെ അമ്മമാർ വന്ന് പറയുന്നതാണ് കുട്ടിക്ക് ഗ്യാസ് കയറി തോന്നുന്നു. പക്ഷേ ആരും ചിന്തിക്കുന്നില്ല ഇതെന്താണ് ഗ്യാസ് കയറാൻ കാരണം. അതേ അവരുടെ പ്രശ്നം മാത്രമാണോ? ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാനായിട്ടാണോ, അതേ ഇനി പാരൻസ് കറക്റ്റായിട്ട് നോക്കാഞ്ഞിട്ടാണോ, ഈ രീതിയിലൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഗ്യാസ് ഉണ്ടാവുന്നത്, ഈ ഗ്യാസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, ഇതെങ്ങനെ നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം, ഇനി മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ എപ്പോഴാണ് എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട് നടക്കാവ്. അപ്പോൾ ഗ്യാസ് ഇന്ന് എല്ലാവരിലും കാണുന്നുണ്ട്. പല ആളുകളിൽ പല രീതിയിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. ഏമ്പക്കായിട്ട് വരുന്നുണ്ട്, ആകെ വയറിനൊരു അസ്വസ്ഥത പോലെ വരുന്നുണ്ട്, ചിലർക്ക് കീഴ്വായുമായിട്ട് പോകുന്നുണ്ട്, ചിലർക്ക് ഭയങ്കര ഗുളുഗുളു എന്ന് പറഞ്ഞ ഒച്ച കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരാളിൻ്റെ അല്ലെങ്കിൽ ഒരു സഭയുടെ മുന്നിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, ഭയങ്കരമായിട്ട് കീഴ്വായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ പേമ്പൊക്കെ വരുന്ന സമയത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താ നമുക്ക് നോക്കാം. ഇന്നത്തെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി മാത്രമാണ് ഇത്തരം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിനൊരു കാരണമാകുന്നത്. മെയിനായിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. നമുക്കൊരു ഡേ ടു ഡേ ലൈഫിൽ കറക്റ്റായിട്ടൊരു ദഹനം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ഭക്ഷണ രീതി, അതുപോലെ തന്നെ ദഹനം കംപ്ലീറ്റ് ആവുകയും വേണം, അതേപോലെ കറക്റ്റ് സമയത്താവണം. ഈ ഒരു കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. മെയിനായിട്ട് ദഹനത്തിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഒന്ന് സമയമല്ലാത്ത നേരത്ത് ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ മെയിനായിട്ട് ഓവർ ഈറ്റിങ്. രാത്രി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിന്നറിന് നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാം, മന്തി, അൽഫാം, ബിരിയാണി, അതുപോലത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെവി ബ്രോസ്റ്റ്, ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അത് കാരണം ഗ്യാസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കടല, പരിപ്പ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാസ് ഉണ്ടാക്കാനുള്ളൊരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റം, മധുര പലഹാരങ്ങൾ, ഇവയും വയറിലെത്തുന്നത് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അമിതമായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണം, അത് കഴിച്ചു കഴിഞ്ഞാൽ ശോധനയ്ക്ക് നല്ലതാണെങ്കിൽ പോലും നമ്മുടെ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്, അസിഡിറ്റി, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോഫി അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കഫീൻ പ്രൊഡക്റ്റാണ്, ഇതൊരു പ്രശ്നമാണ് ഗ്യാസ് ഉണ്ടാക്കുന്നതിന്. അതുപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണം ഭയങ്കര സ്പീഡിൽ കഴിക്കുക, ആ കഴിക്കുന്ന സമയത്ത് എയർ അതിൻ്റെ ഒപ്പം കൊടുങ്ങുകയും ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ചവച്ചരയ്ക്കാതെ വിഴുങ്ങി വിടുന്നത്. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്ന സമയത്തും എയർ ഉള്ളിലേക്ക് കയറുകയും ഇത് കാരണം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കഴിച്ച ഉടനെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കഴിച്ച ഉടനെ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, അവരിലും ഇത് ദഹിക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത് കാരണം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, പിന്നെ ഫൈബർ എന്ന് പറയുന്നത് 18 മുതൽ 30 ഗ്രാം മാത്രം മതി നമുക്കൊരു ദിവസം. അപ്പോൾ ആ ഒരു കണ്ടൻറ്റിൻ്റെ അളവിൽ കഴിക്കുക. അമിതമായിട്ട് ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക. രാത്രി കാലങ്ങളിൽ ഒരു 7-8 മണീൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഭക്ഷണം നിർത്തുക. ആ കഴിക്കുന്ന ഭക്ഷണം തന്നെ ദഹിക്കുന്ന രീതിയിലുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇത്തരം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാക്സിമം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെയാണ് കിടക്കുന്നതിൻ്റെ 2.5 മണിക്കൂർ മുന്നേ കംപ്ലീറ്റ് ഭക്ഷണം നിർത്തി എന്ന് ഉറപ്പ് വരുത്തുക, വെള്ളം കൂടി വരെ. കാരണം ദഹനം ആ സമയങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ബോഡി എപ്പോഴും ഒരു റെസ്റ്റിംഗ് പീരിയഡിലാണ്. ആ പീരിയഡിൽ അമിതമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ബോഡിയിൽ പല മാറ്റങ്ങളുണ്ടാവും. ഈ ദഹിക്കുക എന്ന പ്രോസസ്സ് നല്ല ഹീറ്റ് അല്ലെങ്കിൽ താപം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ മാറ്റം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആ ദഹനം കഴിയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ അസിഡിറ്റി, ഗ്യാസ് ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു ആശ്വാസവും കാണാറുണ്ട്. ചില ഭക്ഷണങ്ങളിലുള്ള രാസവസ്തുക്കളാണ് ശരിക്കും ഈ ഒരു ബുദ്ധിമുട്ടിന് നമുക്ക് കാരണമാകുന്നത്, ഈ ബേക്കറി, കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ.
അതുപോലെ തന്നെ പലരും പറയുന്നൊരു പ്രശ്നം, ഓഫീസിലും ഡ്യൂട്ടിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഈ ഒരു ഗ്യാസ് കാരണം. അവരിൽ മാക്സിമം അവർ കറക്റ്റ് സമയത്താണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഗ്യാസ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാശയത്തിലാണിത് നടക്കുന്നത്. ആമാശയത്തിൽ ദഹനം കംപ്ലീറ്റ് ആവാത്ത സമയത്ത് ഗ്യാസ് ഫോം ചെയ്യും. ഗ്യാസ് നിറയുന്ന സമയത്ത് ആമാശയം വീർക്കുന്നുണ്ട്. ഈ വീർക്കുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം, നമ്മളെ ശ്വാസകോശത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് അംബ്രല പോലെ, കൊട പോലെ ഒരു പാളിയുണ്ട്. ആ പാളിയിലേക്ക് ഈ ആമാശയം ചെന്ന് അമർത്തുകയും ഇത് കാരണം ലങ്സിന് വരെ, ശ്വാസകോശത്തിന് വരെ ഒരു അമർച്ച സംഭവിക്കുകയും ചെയ്യും. അമർച്ച സംഭവിക്കുമെന്ന് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് കാരണമുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്താണ് ശ്വാസം വലിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടെന്ന് പല പേഷ്യൻസും പറയുന്നത്. നിങ്ങൾക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ശ്വാസം വലിക്കുന്ന സമയത്ത് ഒരു വേദന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കൺജസ്റ്റഡ് ആയിട്ട് ഒരു മുറുക്കി വലിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഈ ഗ്യാസ് കൂടുന്ന സമയത്ത് ശ്വാസകോശത്തെ അമർത്തുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ഗ്യാസ് ഇല്ലാതെ എങ്ങനെ നോക്കാം. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണത്തിൽ ഇഞ്ചി വെളുത്തുള്ളി കൂടുതലായിട്ട് ആഡ് ചെയ്യുക. അത് ഒരു പീസ് അല്ലെങ്കിൽ കൂടുതൽ അരിഞ്ഞിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ എന്നും ഒരു വെളുത്തുള്ളിയുടെ പീസ് ചവച്ചരച്ച് കഴിക്കുന്നതാണ്. വിഴുങ്ങി വിടാതിരിക്കുക, ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. 2 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിൽ ഒരു 2 ഇല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ട് തിളപ്പിക്കുക. അത് 1 ഗ്ലാസ് ആക്കിയിട്ട് ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ്, അസിഡിറ്റി ബുദ്ധിമുട്ടുകൾ മാക്സിമം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അത് ചിലർക്ക് അത് കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ, എരിച്ചിൽ, ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോയാബീൻ യോഗട്ട് ഇവയെല്ലാം ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ടെൻഷൻ. ഈ ടെൻഷൻ ഉള്ളവരിൽ അമിതമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്. ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ദഹന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടാനുള്ളൊരു ചാൻസ് കാണാറുണ്ട്. അപ്പോൾ ടെൻഷൻ മാക്സിമം കുറയ്ക്കുക. ഡെയിലി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഒരു 5-10 തവണ ഡെയിലി നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അത് കാരണം ആമാശയത്തിൻ്റെ അതുപോലെ തന്നെ ആ ഡയഫ്രം എന്ന പാളിയിലും നല്ല ഇലാസ്റ്റിസിറ്റി വരികയും ഇത് കാരണം ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മൈൽഡായിട്ട് നടത്തം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം. ദഹന വ്യവസ്ഥയിലെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദഹന വ്യവസ്ഥ ഒന്ന് ക്ലിയർ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നടത്തം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ മെഡിറ്റേഷൻ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക. ഒരു കാര്യത്തെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ ജസ്റ്റ് ഇരുന്ന് കൂളായിട്ട് കാമായിട്ട് ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഒപ്പം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്കുകൾ ചെറിയ രീതിയിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു ടെൻഷൻ, സ്ട്രെസ്സ് ഇതൊന്നും ഇല്ലാതിരിക്കുകയും അപ്പോൾ അത് കാരണം ദഹനത്തിന് കറക്റ്റായ രീതിയിൽ നടക്കുകയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുകയും ചെയ്യും. പിന്നെ ആൽക്കഹോള്, പുകവലി ഇത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഗ്യാസ് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അമിതമായിട്ടുള്ളവരിൽ സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, ഗ്യാസ്ട്രൈറ്റിസ്, നീർക്കെട്ട് വരെ അവരിൽ വരും. കാരണം എന്താ വെച്ചാൽ ആൽക്കഹോൾ, നിക്കോട്ടിൻ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിനുള്ള മുറിവുകൾ വീഴ്ത്തുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കാരണം പ്രശ്നങ്ങൾ വരികയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ഇത്രയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് ആപ്പിൾ സിഡർ വിനെഗർ. എല്ലാ കടകളിലും കിട്ടും. ഇത് 1 ടീസ്പൂൺ എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിക്കുക. അത് നിങ്ങൾ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇപ്പോൾ ഗ്യാസ് നിങ്ങൾ ഡെയിലി ഉണ്ടാകുന്ന സമയത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് പോവരുത്. ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഏമ്പക്കം, അതൊക്കെ അതേപോലെ വയറ് വീർക്കുക എന്നുള്ളത് നിങ്ങളൊരു ആമാശയത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രം എന്ന് വിചാരിക്കരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് വേറെ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നുള്ള, പിത്താശയക്കല്ല്, ഫാറ്റി ലിവർ, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈവൺ സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ, ആമാശയ ക്യാൻസർ വരെ ഉണ്ടെങ്കിലും ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പേടിപ്പിക്കാൻ പറയല്ല, അത് എന്ത് കാരണത്താൽ വന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് നമ്മൾ തീരുമാനിക്കണം. ചിലപ്പോൾ ജസ്റ്റ് ഒരു സമയക്രമം മാറ്റി അല്ലെങ്കിൽ മൈൻഡിൻ്റെ അല്ലെങ്കിൽ ഡിപ്രഷൻ, ആൻസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഗ്യാസ് ആയിരിക്കും. അതാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ ക്ലിയർ ആക്കാവുന്നത്. ബട്ട് ഇതിന് ഇങ്ങനെ ഒരു കോസ്
കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് 2 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ഏമ്പക്കം കീഴ്വായും നിങ്ങൾ അലട്ടുന്നുണ്ട്, തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് വന്നു? ഇനി പിത്താശയക്കല്ലാണോ, ഫാറ്റ് ലിവർ ആണോ, അത് ഇനി എന്തെങ്കിലും ക്യാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളിലുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്തണം. അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. ഇപ്പോൾ ചിലർ പറയും ആപ്പിൾ സിഡർ വിനെഗർ കഴിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം മാനേജ് ചെയ്ത് പോയി. പക്ഷേ ആ ഒരു സമയത്ത് മാത്രമാണ് മാറ്റം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാത്രം കഴിച്ച് നിൽക്കരുത്. എന്തുകൊണ്ട് വന്നു എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാവും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കുക. കറക്റ്റായിട്ട് എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക. ഇല്ല, ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പറാണ് താഴെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.